KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഇതാ പുരുഷന്മാർക്കും യാത്രാ ആനുകൂല്യം വേണമെന്ന ആവശ്യവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരിക്കുന്നു. അതും പോരാഞ്ഞ് അതിന്റെ പേരിൽ KSRTC ബസ്സുകൾ തടയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെൻസ് അസോസിയേഷൻ. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതിനിടയിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് എതിരെ ബസ്സുകൾ തടയുമെന്നും സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധിക്കുമെന്നും മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഈ ബസ് തടയൽ സമരത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് സാമൂഹിക പ്രവർത്തകൻ രാഹുൽ ഈശ്വർ രംഗത്ത് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് ആനുകൂല്യം നൽകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനെതിരെ ബസ് തടയുന്ന സമീപനം ശരിയല്ല. അതിന് മെൻസ് കമ്മീഷന്റെ ഒന്നും പിന്തുണയുമില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ പുരുഷന്മാർക്കും യാത്രാ ആനുകൂല്യം അനുവദിക്കുന്നതിന് സർക്കാർ തയ്യാറാകണം. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം പുരുഷന്മാരുടെ പ്രായമോ സാമ്പത്തിക പിന്നോക്കാവസ്ഥയോ കണക്കിലെടുത്ത് അവർക്കും KSRTC ഇളവുകൾ നൽകണം എന്നതാണ്. ഈ ഒരു വിഷയത്തിൽ പൊതുജനങ്ങളുടെ ഇടയിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ടാക്സ് പേയേഴ്സിന്റെ പണം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ നൽകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അതേസമയം സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത് വളരെ വലിയൊരു ആശ്വാസമാണെന്ന് പറയുന്നവരുമുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പുരുഷന്മാർക്കും ഈ ആനുകൂല്യം നൽകണം എന്ന ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം.